പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് പൊതുവിജ്ഞാനത്തിലെ ചില ചോദ്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. നന്നായി ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ പ്രമുഖ വ്യക്തികളുടെ ജന്മദിനാചരണവും അവയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജനുവരി 23 ദേശപ്രേമ ദിനമായി ആചരിക്കുന്നു. ദേശപ്രേമ ദിനം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ്. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി 23 ഒഡീഷയിലെ കട്ടക്കിലാണ്. കട്ടക്ക് ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. കട്ടക്ക് മഹാനദിയുടെ തീരത്താണ്. അപ്പോൾ മഹാനദിയുടെ തീരത്തുള്ള നഗരമായ കട്ടക്കിലാണ് 1897 ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം ജനുവരി 23 മറക്കാതിരിക്കുക. ജനുവരി 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമാണ്. PC മഹലാനോബിസിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മഹലാനോബിസാണ്. മഹലാനോബിസിൻ്റെ ജന്മദിനമാണ് ജനുവരി 29. മഹലാനോബിസ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ മഹത്തായ സംഭാവന ചെയ്ത ഇന്ത്യയിലെ പ്രശസ്തനായ ധനകാര്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നു. PC മഹലാനോബിസിൻ്റെ ജന്മദിനമാണ് ജനുവരി 29. ആഗസ്റ്റ് 20 സദ്ഭാവനാ ദിനം. സദ്ഭാവനാ ദിനം രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ്. രാജീവ് ഗാന്ധി ജനിച്ചത് 1941 ആഗസ്റ്റ് 20 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നത്. അലഹാബാദിലെ ആനന്ദ ഭവനിലാണ് രാജീവ് ഗാന്ധി ജനിച്ചത്. രാജീവ് ഗാന്ധിൻ്റെ അച്ഛൻ ഫിറോസ് ഖാൻ ഗാന്ധി, അമ്മ ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. വധിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. വധിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു. അതായത് പ്രതിപക്ഷ സ്ഥാനത്ത് ഉള്ള നേതാവ് ആദ്യമായി മരിക്കപ്പെട്ടത് രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് വധിക്കപ്പെട്ടത് 1991. ഇപ്പോൾ രാജീവ് ഗാന്ധി മരണപ്പെട്ടത് 1991 ശ്രീ പെരുമ്പത്തൂർ തമിഴ്നാട്ടിൽ വെച്ച്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നു. ഓഗസ്റ്റ് 29 കായിക ദിനമാണ്. ഇന്ത്യൻ കായിക ദിനമാണ് ആഗസ്റ്റ് 29. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണിത്. ധ്യാൻചന്ദ് ഇന്ത്യയുടെ ഹോക്കി രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ്. ഇന്ത്യയുടെ കായിക മാന്ത്രികനായ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിൻ്റെ പ്രതിമയുള്ളത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ 3 കൈകളോട് കൂടിയ പ്രതിമയാണത്. ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ആഗസ്റ്റ് 29. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. S രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. S രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയാണ്. 1962 രാജ്യാന്തര പ്രസ്ഥാനത്തിന് ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായത് S രാധാകൃഷ്ണനാണ്. ഇന്ത്യയിലെ തത്വജ്ഞാനിയായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് S രാധാകൃഷ്ണനാണ്. S രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഭാരതരത്ന ലഭിച്ച 2ാമത്തെ ഭാരതീയനാണ് S രാധാകൃഷ്ണൻ. 1954 S രാധാകൃഷ്ണന് ഭാരതരത്ന ലഭിച്ചത്. 1954 ഭാരതരത്നം ലഭിച്ചവർ 3 പേരുണ്ട്. 1 C രാജഗോപാലാചാരി, 2 S രാധാകൃഷ്ണൻ, 3 CV രാമൻ. മറക്കാതിരിക്കുക. സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമാണ്. M വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 15. M വിശ്വേശ്വരയ്യ പ്രസിദ്ധനായ എഞ്ചിനീയറായിരുന്നു. കൂടാതെ അദ്ദേഹം സാമ്പത്തിക രംഗത്ത് വളരെ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ സാമ്പത്തികാസൂത്രണത്തിൻ്റെ പിതാവും
ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്ന എം വിശ്വേശ്വരയ്യയാണ്. മൈസൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ 15 എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. ഒക്ടോബർ 2 അഹിംസാ ദിനമാണ്. ഐക്യരാഷ്ട്ര സംഘടന അഹിംസാ ദിനമായി ആചരിച്ചത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. 1869 ഒക്ടോബർ 2 പോർബന്തറിൽ ജനിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ് അഹിംസാ ദിനം. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഗുജറാത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയും ഇന്ന് അതാണ്. ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. നവംബർ 11 വിദ്യാഭ്യാസ ദിനമാണ്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനം. മൗലാന അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. അപ്പോൾ ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പ്രസിദ്ധ പുസ്തകം എഴുതിയത് മൗലാന അബുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ പുസ്തകം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പത്രമായിരുന്നു അൽ ഹിലാൽ, അൽ ബലാഗ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ 2 പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ പത്രങ്ങളായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം പ്രവർത്തിച്ച, ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മൗലാന അബുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11. നവംബർ 11 മറക്കാതിരിക്കുക, വിദ്യാഭ്യാസ ദിനം. നവംബർ 12 പക്ഷി നിരീക്ഷണ ദിനം. പക്ഷി നിരീക്ഷണ ദിനം അലൻ ഒക്ടോവിയൻ ഹ്യൂമിൻ്റെ ജന്മദിനമാണ്. നവംബർ 12 സലീം അലിയുടെ ജന്മദിനമാണ്. സലീം അലി ഇന്ത്യ കണ്ട ഏറ്റവും പ്രസിദ്ധനായ പക്ഷിശാസ്ത്രജ്ഞനാണ് സലീം അലി. സലീം അലിയുടെ ജന്മദിനമാണ് നവംബർ 12 പക്ഷി നിരീക്ഷണ ദിനമായി നാം ആചരിക്കുന്നത്. നവംബർ 14 ശിശുദിനമാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നവംബർ 14 ശിശുദിനമാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. നവംബർ 14 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ആനന്ദഭവൻ, മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെ മകനായി ആനന്ദഭവനിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. നവംബർ 14 ശിശുദിനമായി നാം ആചരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു, മറക്കാതിരിക്കുക. നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനം. ദേശീയോദ്ഗ്രഥന ദിനം ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ്. ദേശീയോദ്ഗ്രഥന ദിനമാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം. 1917 നവംബർ 19 ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ജനിച്ചത്. ഇന്ത്യയുടെ ഉരുക്കു വനിതയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി നാം ആചരിക്കുന്നു. ഡിസംബർ 23 കർഷക ദിനം. ഡിസംബർ 23 കർഷക ദിനം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗിൻ്റെ ജന്മദിനമാണിത്. 1979-80 6 മാസക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ചരൺ സിംഗ്. ലോകസഭ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്. ഡിസംബർ 23. ഡിസംബർ 25 സദ്ഭരണ ദിനം. ഡിസംബർ 25 സദ്ഭരണ ദിനമാണ്. എ.ബി. വാജ്പേയിയുടെ ജന്മദിനം. എ.ബി. വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഡിസംബർ 25
സദ്ഭരണ ദിനമായി ആചരിക്കുന്നു. ഹായ് കുട്ടികളെ, ഈ വീഡിയോ എല്ലാവരും കാണുക. അറിയാത്തത് എഴുതി